പ്രിയമുള്ളവരെ, തൃശ്ശൂരിലെ നാട്ടികയിൽ ലോറി പാഞ്ഞു കയറി അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന നാടോടികൾ എന്ന് പറയുന്നവരിൽ കുട്ടികൾ ഉൾപ്പെടെ 5 പേർ മരിച്ചു എന്ന അതിദയനീയമായ ദുഃഖവാർത്തയാണ് നമുക്ക് കേൾക്കാനും കാണാനും കഴിയുന്നത്. ഇവിടെ സത്യത്തിൽ ലോറി ഡ്രൈവറെയും ക്ലീനറെയും അവർ മാറി ഡ്രൈവ് ചെയ്തു എന്ന് പറഞ്ഞ് മദ്യത്തിൻ്റെ പുറത്തായിരുന്നു അപകടം എന്ന് പറഞ്ഞ് അധികാരികൾക്ക് കൈയൊഴിയാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ദാരുണമായ സംഭവത്തിൽ അതിയായ ദുഃഖവും നമ്മുടേതായ സങ്കടവും നമ്മൾ രേഖപ്പെടുത്തുകയാണ്, വേദന നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. മയക്കുമരുന്നും MDMA പോലെയുള്ള രാസലഹരികളുമൊക്കെ നിരോധിക്കുന്ന, അതിന് ശിക്ഷയടിക്കുന്ന അധികാരികൾ എന്തുകൊണ്ട് മദ്യം സുലഭമായി വിറ്റഴിക്കുന്നു എന്ന ചോദ്യം നൂറ്റാണ്ടുകളായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യം എന്ന് പറയുമ്പോൾ ചാരായം മുമ്പ് ഇവിടെ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് നിരോധിച്ചു. മദ്യം, സാധാ മദ്യം ഒന്നും നിരോധിക്കേണ്ടതില്ലേ? അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലേ? നമ്മൾ കുടുംബ വഴക്കുകളും മറ്റു പ്രശ്നങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ അപകടങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വില്ലനായി വരുന്നത് അധികാരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട് മദ്യമാണെന്ന്. പിന്നെ ഈ മദ്യം എന്തിനാണ് ഒഴുകുന്നത്? വിഷം കൊടുക്കുന്നവനാണോ വിഷം കുടിക്കുന്നവനാണോ ഏറ്റവും വലിയ കുറ്റക്കാരൻ? വിഷം കൊടുത്തിട്ടല്ലേ വിഷം കുടിക്കുന്നവൻ അത് കുടിക്കുന്നത്. അപ്പോൾ ഈ വിഷം കൊടുക്കുന്ന ആളുകൾ കൂടി ഇതിൽ പ്രതികളല്ലേ? എന്തുകൊണ്ട് ഈ മദ്യം നിരോധിക്കുന്നില്ല? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇങ്ങനൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇതിൻ്റെ വാർത്തകളൊക്കെ വരുമ്പോൾ അതിൻ്റെ കമൻറ്റിലൊക്കെ ഓരോരുത്തർ ബുദ്ധിയുള്ള ആളുകൾ എഴുതുന്നത് നമുക്ക് നോക്കാം. എന്തുകൊണ്ട് ഈ മദ്യം നിരോധിക്കുന്നില്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാവങ്ങളെ വിറ്റു കാശാക്കുന്ന ഈ മദ്യം കൊണ്ടല്ലേ ഈ ഉദ്യോഗസ്ഥന്മാരെ കുറി തീറ്റിപ്പോറ്റുന്നത്? വേശ്യയുടെ ചരിത്ര പ്രസംഗം എന്നല്ലാതെ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എന്ത് നീതീകരണമാണ് ഇതിലുള്ളത്? മയക്കുമരുന്ന് മാത്രം നിരോധിച്ചത് മതിയോ? മദ്യം കൂടി നിരോധിക്കേണ്ടതല്ലേ എന്നാണ് പ്രശസ്തമായ ചോദ്യം. ഡ്രൈവർമാരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ അടുത്തുകൂടി അപകടമുണ്ടാക്കിയ ഒരു ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഉറക്കം വരാതിരിക്കാനാണ് മദ്യപിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞത് തെറ്റാണ്. മദ്യപിച്ചാൽ കൂടുതൽ ഉറക്കവും ക്ഷീണവും വരികയാണ് ചെയ്യുക. ഇനി വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ തലയ്ക്ക് വെളിവില്ലാതെ, ബോധമില്ലാതെ, എല്ലാ നിലയ്ക്കും അപ്സെറ്റായി പോകുന്ന അവർ ഇങ്ങനെ ഉറക്കം വരാത്തത് കൊണ്ട് മാത്രം എന്ത് കാര്യമാണുള്ളത്? അതിലേറെ നല്ലത് അവർ ഉറങ്ങുന്നത് തന്നെയല്ലേ. എന്നാൽ പിന്നെ എത്രത്തോളം അപകടം വരില്ലായിരിക്കും. എന്ത് ബുദ്ധിമോശമാണ് ഈ ഡ്രൈവർമാർ പറയുന്നത്? അന്ധമായി അനുകരിക്കുകയാണ്. സ്വന്തമായി ചിന്തിക്കാൻ ഒരു ബുദ്ധിയും വിവേകം ഇവർക്കില്ലേ? എത്ര ആളുകളുടെ ജീവനാണ്, സ്വന്തം ജീവൻ മാത്രമല്ലല്ലോ ഒരു വാഹനം ഓടിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവൻ കൂടി അതിന് വെല്ലുവിളി നേരിടുകയല്ലേ, പ്രത്യേകിച്ച് ഹെവി വെഹിക്കിളൊക്കെ ഓടിക്കുമ്പോൾ. അപ്പോൾ ആരോ പറഞ്ഞു കേട്ട് ഉറക്കം വരികയില്ല എന്ന് പറഞ്ഞ് അതങ്ങ് ഏറ്റുപിടിച്ച് ചെയ്യുകയാണ്. സ്വന്തമായി ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകം ഈ കുട്ടികൾക്ക് ആർക്കും ഇല്ലാതെ പോയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ ഡ്രൈവർമാരെയും ക്ലീനർമാരെയും അടച്ചാക്ഷേപിക്കുകയില്ല. ചിന്തിക്കുന്ന, ബുദ്ധിയുള്ള, യുക്തിയുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഭൂരിഭാഗം ആളുകളും, തട്ടുകട നടത്തുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്, രാത്രി ഭക്ഷിക്കാൻ വരുന്നവർ ഭൂരിഭാഗം ആളുകളും ഡ്രൈവർമാരാണ് വരുന്നത്, അവർ മദ്യപിച്ചിട്ടാണ് അവർ വരുന്നതെന്ന്. അപ്പോൾ ഉറക്കം വരാതിരിക്കാനാണ് മദ്യപിക്കുന്നത് എന്നാണ് അവർ മുടന്ത ന്യായം പറയുന്നത്. അതിൻ്റെ ലോജിക്ക് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വളരെ അബദ്ധജടിലമായ ഒരു വാദമല്ലേ അവർ ഈ പറയുന്നത്. ഇങ്ങനെ തലക്ക് വെളിവില്ലാതെ അപകടമുണ്ടാക്കുമ്പോൾ റിഫ്ലക്സ് ആർക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിൻ്റെ റിഫ്ലക്സ് സംവിധാനം തകരാറിലാക്കി തലച്ചോറിനെ അപായപ്പെടുത്തുന്ന, ബുദ്ധിയെ മന്ദീഭവിക്കുന്ന ഈ സ്വഭാവത്തേക്കാൾ ഏറ്റവും നല്ലതായ അവർ വണ്ടിയിൽ നിന്ന് ഉറങ്ങുന്നതാണ്. എന്നാൽ ഇത്രത്തോളം അപകടം വരില്ല എന്നാണ് മനസ്സിലാകുന്നത്. അധികാരികൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും മാത്രം പരിശോധിച്ചാൽ പോരല്ലോ. വണ്ടിയുടെ പേപ്പറും ഇൻഷുറും ടാക്സും ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ പോരാ. ഇൻഡിക്കേറ്റർ ഇടാതെ പലരും പോകുന്നുണ്ട്. വേണ്ട വിധം അവർ വർക്ക് ചെയ്യിക്കുന്നില്ല. ആ കാര്യത്തിൽ പ്രതിഷദ്ധരല്ല. അത്യാവശ്യം വരുമ്പോൾ ഹോൺ അടിക്കുന്നില്ല, സിഗ്നൽ ഇടുന്നില്ല, ബ്രേക്ക് ലൈറ്റ് ഇല്ല, ബാക്ക് ലൈറ്റ് ഇല്ല, ഹെഡ്ലൈറ്റ് തെളിയുന്നില്ല. ഇങ്ങനെ ഡ്രൈവിങ്ങിൻ്റെ പ്രധാനപ്പെട്ട നിയമങ്ങളൊന്നും പാലിക്കാതെയാണ് പലരും വണ്ടി ഓടിക്കുന്നത്. ലോറി ഡ്രൈവർമാർ മാത്രമല്ല, ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഓവർ സ്പീഡ്, അശ്രദ്ധമായ ഡ്രൈവിങ്, പ്രത്യേകിച്ച് മദ്യപിച്ചുള്ള ഡ്രൈവിങ്, ഇതിലൊക്കെയാണ് കൂടുതൽ കാർക്കശ്യം പാലിക്കേണ്ടത്. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും മാത്രം പരിശോധിച്ചാണ്ട് 10,000 50,000 ഫൈനിട്ടാൽ മാത്രം പോരാ എന്നാണ് ഇക്കാര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ ഇവിടെ ഉറങ്ങിക്കിടന്നവരും കുറ്റക്കാരാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം റോഡ് എന്നത് ഒരിക്കലും ഉറങ്ങാനുള്ളതല്ലല്ലോ. അവർ വീടില്ലാത്തവരാണോ മറ്റൊരു ചർച്ചയാണ്. അത് സർക്കാരും ഇവിടുത്തെ സിസ്റ്റമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ കാലത്ത് വീടില്ലാത്തവരായി ആരും ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ അതിന് സുരക്ഷിതമായ മറ്റിടങ്ങളൊക്കെ തേടേണ്ടിയിരിക്കുന്നു.
യാതൊരു സുരക്ഷിതത്വമില്ലാതെ ഈ കള്ളന്മാരും കൊള്ളക്കാരും മദ്യപന്മാരും വാഹനങ്ങളും നിരന്നോടുന്ന ഈ സ്ഥലത്തൊക്കെ ഒരു സുരക്ഷിതവുമില്ലാതെ മനുഷ്യനൊരു പാതി മരണമാണ് ഉറക്കമെന്ന് പറയുന്നത്. ഇങ്ങനെ പിഞ്ചു മക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കാണ്ട് ഈ 6 വരി പാത ദേശീയ പാതയിലൊക്കെ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അത് എന്തൊരു നിരുത്തരവാദപരമായ സമീപനമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം, എന്നാൽ അധികാരികൾ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ലേ. അപ്പോൾ അവരും ഈ കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകാരാണെന്ന് കൂടി പറയാതിരിക്കാൻ വയ്യ. ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടാവാതിരിക്കട്ടെ, കേൾക്കാതിരിക്കട്ടെ. അധികാരികൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മദ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിന് ആപത്താണ്. അതുകൊണ്ടുള്ള ഈ പാവപ്പെട്ടവൻ്റെ കണ്ണീരിൻ്റെ ചോരയുടെ അംശം നമ്മൾ പറ്റേണ്ടതുണ്ടോ? അതുകൊണ്ട് ഇനി നമ്മൾ തടിച്ചു കൊടുക്കേണ്ടതുണ്ടോ? ഇങ്ങനെ ഒരു സിസ്റ്റം മുന്നോട്ട് പോകേണ്ടതുണ്ടോ? എന്തിനാണ് ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുന്നത് എന്ന് എല്ലാവരും ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.